മന്ത്രിമാരായ കെ ബാബുവിനെയും അടൂർ പ്രകാശിനെയും മാറ്റി നിർത്തണമെന്ന ഒത്തുതീർപ്പ് നിർദ്ദേശം ഉമ്മൻചാണ്ടി തള്ളി. എങ്കിൽ താനും മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കാമെന്ന് ഉമ്മൻചാണ്ടി കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചു. സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാനുള്ള സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ആരംഭിച്ചു. ഉച്ചയ്ക്ക് ശേഷം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം നടക്കും. വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് ചേർന്നുണ്ട്. സർലിംഗ്, സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിലും ഈ ഒരു സൊല്യൂഷൻ തന്നെ ആയിരിക്കുമോ മുന്നോട്ട് വെക്കുക? ഇവർ രണ്ടുപേരെ മാറ്റി നിർത്തുക എന്നൊരു കാര്യത്തിലായിരിക്കുമോ? പക്ഷേ വലിയൊരു തരത്തിലുള്ള വലിയൊരു വിമർശനം അല്ലെങ്കിൽ വലിയൊരു പ്രതിഷേധത്തിൽ തന്നെയാണ് ഉമ്മൻചാണ്ടി നിൽക്കുന്നത്. അതുകൊണ്ട് സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ എന്തെങ്കിലും തരത്തിലുള്ള സാധ്യതകൾ കാണുന്നുണ്ടോ? സൗമ്യ, കഴിഞ്ഞ 5 ദിവസമായി വിവിധ തലങ്ങളിൽ നടക്കുന്ന കൂടിക്കാഴ്ചകളും ചർച്ചകൾക്കും കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു പ്രശ്നപരിഹാരം കണ്ടെത്താനായില്ല. ഇന്നലെ തെരഞ്ഞെടുപ്പ് സമിതി ഏകദേശം 3 മണിക്കൂറോളം സോണിയാഗാന്ധിയുടെ അധ്യക്ഷതയിൽ അവരുടെ വസതിയിൽ കൂടിയിരുന്നു. അപ്പോഴും കേരള നേതാക്കൾ, പ്രത്യേകിച്ച് VM സുധീരനും ഉമ്മൻചാണ്ടിയും തങ്ങളുടെ മുൻ നിലപാടിൽ തന്നെ കടുത്ത രീതിയിൽ ഉറച്ചു നിന്നു. ചില ഫോർമുലകളൊക്കെ ഉയർന്നു വന്നിരുന്നു. പ്രത്യേകിച്ച് കെ ബാബുവിനെ തൃപ്പൂണിത്തുറയിലും അടൂർ പ്രകാശിനെ കോന്നിയിൽ നിന്നും മാറ്റാം എന്ന തരത്തിലുള്ള ചില ചർച്ചകളൊക്കെ ഇന്നലെ ഈ തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ ഉയർന്നു വന്നു. പക്ഷേ അപ്പോൾ കടുത്ത രീതിയിലാണ് ഉമ്മൻചാണ്ടി പ്രതികരിച്ചത്. അങ്ങനെയെങ്കിൽ താൻ തെരഞ്ഞെടുപ്പിൽ നിന്നും മാറി നിൽക്കും എന്നുവരെ ഉമ്മൻചാണ്ടി പ്രതികരിച്ചു. ഇത് ഹൈക്കമാൻഡിനെ ഏറെ ഞെട്ടിച്ചു. കാരണം കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിയിൽ നിന്ന് ഇത്തരൊരു പ്രതികരണം പ്രതീക്ഷിച്ചില്ല എന്നാണ് AICC നേതാക്കൾ പറഞ്ഞത്. എന്നാൽ VM സുധീരനാകട്ടെ മുൻ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ഈ സാഹചര്യത്തിലാണ് കേരള നേതാക്കൾക്കിടയിൽ ഒരു അഭിപ്രായ ഐക്യമുണ്ടാക്കാനായി ഒരു അസാധാരണമായ രീതിയിൽ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം വീണ്ടും ചേരാൻ ആവശ്യപ്പെട്ടത്. 9:30 മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിയിൽ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ആരംഭിച്ചു. 3 നേതാക്കളും രമേശ് ചെന്നിത്തല, VM സുധീരൻ, ഉമ്മൻചാണ്ടി, മല്ലികാർജ്ജുന ഖാർഗെ, കേരളത്തിന്റെ AICC ചുമതലയുള്ള ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക് തുടങ്ങിയവർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്നലെ രാത്രിയും ഫോൺ വഴിയൊക്കെ AICC ഹൈക്കമാൻഡിന്റെയൊക്കെ ഉന്നത നേതാക്കൾ ഇവരെ ബന്ധപ്പെട്ടിരുന്നു. ഒത്തുതീർപ്പുണ്ടാക്കണം, ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ അന്തിമ തീരുമാനം ഉണ്ടാക്കണം എന്നാണ് ആവശ്യപ്പെട്ടത്. പക്ഷേ 7 സിറ്റിംഗ് സീറ്റുകൾ, ഈ തർക്ക സീറ്റുകളടക്കം 7 സിറ്റിംഗ് സീറ്റുകളിൽ കടുത്ത വാഗ്വാദങ്ങൾ നിലനിൽക്കുന്നു. പ്രത്യേകിച്ച് കെ ബാബുവിനെ തൃപ്പൂണിത്തുറയിലും KC ജോസഫിനെ ഇരിക്കൂറിലും അടൂർ പ്രകാശിനെ കോന്നിയിലും വീണ്ടും സീറ്റ് നൽകാനാകില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് VM സുധീരനുള്ളത്. ഇതിൽ VM സുധീരൻ ഇന്നലെയും പറഞ്ഞത് ഇവരെ മത്സരിപ്പിച്ചാൽ ആരോപണ വിധേയരാണ്, മറ്റു മണ്ഡലങ്ങളിൽ കൂടി ബാധിക്കും. ഇവരോടൊപ്പം തന്നെ 2 MLA-മാരുടെ കാര്യത്തിൽ തൃക്കാക്കരയിൽ ബെന്നി ബഹനാനും കൊച്ചിയിൽ ഡൊമിനിക് പ്രസന്റേഷനെയും മത്സരിപ്പിക്കാനെതിരെ ശക്തമായ പ്രതിഷേധങ്ങളുണ്ട്. അതിനിടയിൽ തന്നെ IEയുടെയും AEയുടെയും ഗ്രൂപ്പ് തർക്കങ്ങൾ ഉയർന്നു വന്നു. ഇത് പ്രകാരം വടക്കാഞ്ചേരിയിൽ CN ബാലകൃഷ്ണൻ, കണ്ണൂരിൽ അബ്ദുള്ളക്കുട്ടി വീണ്ടും മത്സരിക്കുന്നതിനും എതിർപ്പുണ്ട്. K സുരേന്ദ്രനാണ് കണ്ണൂർ ജില്ലയിൽ ഈ മണ്ഡലങ്ങളുടെ കാര്യത്തിൽ പ്രതിഷേധമുയർത്തുന്നത്. K സുരേന്ദ്രനെ ഉദുമയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്നലെ. പക്ഷേ സുധാകരൻ വാദിക്കുന്നത് DCC പ്രസിഡന്റ് സുരേന്ദ്രനെ കണ്ണൂർ നൽകിയില്ല എങ്കിൽ പിന്നെ ഉദുമയിൽ താൻ മത്സരിക്കുന്നില്ല എന്ന രീതിയിലുള്ള വാഗ്വാദങ്ങളുണ്ട്. അങ്ങനെ ഗ്രൂപ്പ് ചേരിതിരിഞ്ഞുള്ള ശക്തമായ വാദപ്രതിവാദങ്ങൾ നടക്കുന്നു. ഇത് ഹൈക്കമാൻഡിന് കീറാമുട്ടിയാവുന്നു. എന്തായാലും മന്ത്രിമാരുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കാൻ ശ്രമിക്കുന്നു. നമുക്ക് ലഭിക്കുന്ന സൂചന പ്രകാരം കെ ബാബുവിൻ്റെ, അടൂർ പ്രകാശിൻ്റെ അവസ്ഥ പരിതാപകരമാണ്. അവരെ മാറ്റിക്കൊണ്ടുള്ള ഒരു പ്രശ്നപരിഹാരമായിരിക്കാം ഉണ്ടാവുക. സർലിംഗ്, അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോഴും പല ഫോർമുലകളും പല ഒത്തുതീർപ്പ് സാധ്യതകളെയും തള്ളിക്കൊണ്ട് ശക്തമായ ഒരു നിലപാട് ഉമ്മൻചാണ്ടി തുടരുന്നുണ്ട്. ഈ ഒരു സാഹചര്യങ്ങളുടെ ഹൈക്കമാൻഡിന്റെ ഒരു നിലപാട് എങ്ങനെയാണ്? പ്രത്യേകിച്ച് വലിയ രീതിയിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് ജനങ്ങളുടെ ഇടയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടി ഹൈക്കമാൻഡ് എന്ത് നിലപാടായിരിക്കും എടുക്കുക? സൗമ്യ, സാധാരണ കോൺഗ്രസ് നേതാക്കൾ അറിയിക്കാറുള്ളത് ഹൈക്കമാൻഡ് ഇടപെടുക, പ്രത്യേകിച്ച് സോണിയാഗാന്ധി പ്രശ്നത്തിൽ ഇടപെട്ടാൽ അവരൊരു തീരുമാനം അറിയിച്ചാൽ പിന്നെ പരിഹാരം ആകും എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ കാര്യങ്ങളൊക്കെ ഒരു ഒത്തുതീർപ്പിൽ എത്തും എന്നാണ് പ്രതീക്ഷിച്ചത്. ഇന്നലെ അത്തരത്തിലുള്ളൊരു ചർച്ചകളും നടന്നു. പക്ഷേ അവരേറെ ഞെട്ടിച്ചുകൊണ്ട് മറ്റ് തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിലുണ്ടായിരുന്ന മറ്റ് AICC നേതാക്കളെ പോലും ഞെട്ടിച്ചുകൊണ്ട് കേരള നേതാക്കൾ തങ്ങളുടെ മുൻ നിലപാടിൽ തന്നെ ഉറച്ചു നിന്നു. ഇരുവർക്കുമിടയിൽ ഒരു അഭിപ്രായ ഐക്യം ഉണ്ടാകണം എന്ന് ഹൈക്കമാൻഡ് നേതാക്കൾ, പ്രത്യേകിച്ച് ഇന്നലെ തെരഞ്ഞെടുപ്പ് സമിതിയിൽ ഉണ്ടായിരുന്ന മുതിർന്ന നേതാക്കൾ പലതവണ ആവർത്തിച്ച് ആവശ്യപ്പെട്ടു. പക്ഷേ ഇക്കാര്യത്തിൽ ആരോപണ വിധേയരായ മന്ത്രിമാരെ മത്സരിപ്പിക്കുന്ന കാര്യത്തിൽ ഏതെങ്കിലും ഒരു വിട്ടുവീഴ്ച, ഒരു അഭിപ്രായ ഐക്യം ഉണ്ടാക്കാൻ ഇരുവരും തയ്യാറായില്ല. വിഭാഗത്തിൽ നിന്ന് ഓരോ മന്ത്രിമാരെ മാറ്റുക, അല്ലെങ്കിൽ ഓരോ MLA-മാരെ മാത്രം മാറ്റിക്കൊണ്ട് പ്രശ്നപരിഹാരത്തിലുള്ള ശ്രമങ്ങളുണ്ടായി. എന്നാൽ അതും തള്ളിപ്പോയിരുന്നു. ഇത് ഹൈക്കമാൻഡിനെയും ഏറെ ഞെട്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇവർക്കിടയിൽ ഒരു അഭിപ്രായ ഐക്യം ഉണ്ടാക്കാനായി സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം വീണ്ടും
വീണ്ടും ചേരാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇവർ ആദ്യം ഒരു ഒത്തുതീർപ്പിലെത്തട്ടെ, അതിനുശേഷം പിന്നീട് തെരഞ്ഞെടുപ്പ് സമിതി ഇക്കാര്യത്തിൽ ഇടപെടാം എന്നാണ് ധാരണയിലെത്തിയിരിക്കുന്നത്. ഇന്ന് മല്ലികാർജ്ജുന ഖാർഗെ പ്രശ്നപരിഹാരത്തിലുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് രാവിലെ ലഭിക്കുന്ന സൂചന പ്രകാരം അല്ലെങ്കിൽ ഈ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിന് പോകുന്നതിന് മുമ്പ് VM സുധീരൻ, രമേശ് ചെന്നിത്തലയും ഇക്കാര്യത്തിൽ രമേശ് ചെന്നിത്തല ഉമ്മൻചാണ്ടി തങ്ങളുടെ മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കടുത്ത വാക്തർക്കങ്ങൾ ഇന്നലെ ഉണ്ടായതുപോലെ തന്നെ വീണ്ടും സംഭവിക്കാം. ഒരു ഒത്തുതീർപ്പിനുള്ള സാഹചര്യം ഇപ്പോഴും ഇല്ല. സൗമ്യ. സലിംഗ്, ഇതിനിടയിൽ നേതാക്കൾ ഏതെങ്കിലും തരത്തിൽ മാധ്യമപ്രവർത്തകരോട് ഈ വിഷയങ്ങൾ പറയാനായി തയ്യാറായോ? കഴിഞ്ഞ ദിവസവും സുധീരൻ ഉറപ്പിച്ചു പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം തന്നെ തീരുമാനം ഉണ്ടാകുമെന്ന തരത്തിലൊക്കെ ഇത്തരം വലിയ വാഗ്വാദങ്ങൾ നടക്കുന്നു എന്ന വാർത്തകൾ കൂടി പ്രചരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സൗമ്യ, ഇന്നലത്തെ തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിന് ശേഷം പുറത്തുവന്ന VM സുധീരൻ പ്രതികരിച്ചത് കാര്യങ്ങൾക്ക് വലിയ പുരോഗമനമുണ്ട് എന്നാണ്. എന്നാൽ എത്ര ശതമാനം സീറ്റുകൾ ചർച്ചയിൽ പൂർത്തിയായി എന്ന കാര്യത്തെക്കുറിച്ച് അങ്ങനെ ശതമാന കണക്ക് പറയാൻ താനില്ല എന്നാണ് സുധീരൻ പറഞ്ഞത്. ഇന്ന് രാവിലെ ഈ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് വീണ്ടും നമ്മൾ അദ്ദേഹത്തെ സമീപിച്ചിരുന്നു. പക്ഷേ മൈക്കിന് മുമ്പിൽ എന്തെങ്കിലും സംസാരിക്കാൻ തയ്യാറല്ല. പകരം അദ്ദേഹം പറഞ്ഞത് ഇന്ന് തന്നെ പ്രശ്നപരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നാണ്. പക്ഷേ അക്കാര്യം എന്തായാലും ഇക്കാര്യത്തിലൊരു ഉറപ്പ് നൽകാൻ, പ്രശ്നപരിഹാരം ഉണ്ടായെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഉറപ്പ് നൽകാനോ ഇരുവരും തയ്യാറായില്ല. ചില ജില്ലകളുടെ കാര്യത്തിൽ ഘടകകക്ഷികളുമായുള്ള തർക്കങ്ങളും പ്രശ്നപരിഹാരത്തിന് അന്തിമമായി നീട്ടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒന്ന് സംസാരിക്കാൻ സുധീരൻ തയ്യാറായിട്ടില്ല. ഇന്ന് ഉച്ചയോടുകൂടി സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിന് ശേഷം പുറത്തു വരുമ്പോൾ അദ്ദേഹം പ്രതികരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഇക്കാര്യത്തിൽ മാധ്യമങ്ങളോട് മൗനം തന്നെയാണ് പുലർത്തിയത്. സൗമ്യ. സലിംഗ്, പക്ഷേ ഇത്തരം തർക്കങ്ങളിലേക്ക് നേരത്തെ തന്നെ ഈ ഗ്രൂപ്പ് വിഷയങ്ങൾ ആ വിധത്തിൽ തന്നെ നിൽക്കട്ടെ എന്നൊരു നിലപാടായിരുന്നു ഹൈക്കമാൻഡ് സ്വീകരിച്ചിരുന്നത്. ഇത്തരം തർക്കങ്ങളിൽ താൽക്കാലിക പരിഹാരമായാലും അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന രീതിയിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പൊതുവിൽ നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലൊക്കെ ഇക്കാര്യത്തിൽ പട്ടികയുടെ കാര്യത്തിൽ തീരുമാനമാകുന്നതിനോടൊപ്പം തന്നെ നേതാക്കൾക്ക് കർശനമായ ഒരു നിർദ്ദേശം എന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങുമോ? സൗമ്യ, AICCക്ക് ലഭിച്ചിരിക്കുന്ന സൂചനകൾ പ്രകാരം അല്ലെങ്കിൽ അവരുടെ പഠന റിപ്പോർട്ടുകൾ പ്രകാരം കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണയത്തിലെ തർക്കം തെരഞ്ഞെടുപ്പിനെ കാര്യമായി തന്നെ ബാധിക്കും. അതുകൊണ്ടാണ് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെട്ടത്. രാഹുൽ ഗാന്ധി 2 തവണയാണ് പ്രശ്നത്തിൽ ഇടപെട്ടത്. സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിന് മുമ്പ് വന്ന് കണ്ട നേതാക്കളോടും ഇരുവരും പറഞ്ഞത് പ്രശ്നപരിഹാരം ഉണ്ടാക്കണം, ഏപ്രിൽ ആദ്യവാരം തന്നെ സ്ഥാനാർത്ഥി നിർണയ പ്രഖ്യാപനം നടത്താൻ AICC കഴിയണം എന്ന് ഇരുവരും നേതാക്കളോട് അഭ്യർത്ഥിച്ചിരുന്നു. കാരണം പിന്നീട് പ്രചരണത്തെ ബാധിക്കും. നേരത്തെ തന്നെ LDF അടക്കമുള്ള കക്ഷികൾ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് പ്രചരണത്തിലേറെ മുന്നോട്ട് പോയിട്ടുണ്ട്. അത് കോൺഗ്രസിനെ ബാധിക്കും. ഇപ്പോൾ തന്നെ ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് നിലനിൽക്കുന്നു. ഇതിനോടൊപ്പം ഇത്തരത്തിൽ നേതാക്കൾ തമ്മിൽ അച്ചടക്കമില്ലായ്മയും തർക്കവും ഉണ്ടായാൽ അത് പിന്നീട് പ്രചരണത്തെ കാര്യമായി ബാധിക്കും എന്ന് AICC നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്നലെ തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിലും AICC നേതാക്കൾ ഇതേ ആശയം കേരള നേതാക്കളുമായി പങ്കുവയ്ക്കുകയും ചെയ്തു. 3 മണിക്കൂർ നീണ്ട യോഗത്തിൽ അംബിക സോണി, ഓസ്കാർ ഫെർണാണ്ടസ് തുടങ്ങിയ മുതിർന്ന നേതാക്കൾ പങ്കെടുത്തിരുന്നു. അവർ പോലും ഈ കേരള നേതാക്കൾ തമ്മിലുള്ള തർക്കം അവരെ പോലും ഏറെ ഞെട്ടിച്ചു. പ്രശ്നപരിഹാരത്തിന് AK ആന്റണിയാണ് അവർ സമീപിച്ചത്. AK ആന്റണി യോഗശേഷം 1 മണിക്കൂറോളം കേരള നേതാക്കളുമായി സംസാരിച്ചിരുന്നു. സോണിയാഗാന്ധി കൂടി ആ സാന്നിധ്യത്തിലായിരുന്നു ആ ചർച്ച. പക്ഷേ ആന്റണിക്കും പരിഹാരം കണ്ടെത്താനായില്ല. ഇപ്പോഴും ഇവരുടെ പ്രതീക്ഷ ആന്റണിയിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒത്തുതീർപ്പ് ഫോർമുല രൂപപ്പെടുമെന്നാണ്. പക്ഷേ ആന്റണി എടുത്തിരിക്കുന്ന നിലപാട് ഇരുഭാഗത്തും ശരികളുണ്ട്. അതുകൊണ്ട് തന്നെ ഇരുവരും തമ്മിൽ ആദ്യം ഒരു ധാരണയിൽ എത്തിയതിനു ശേഷം അതിനെക്കുറിച്ച് സംസാരിക്കാമെന്നാണ്. അതും പ്രശ്നത്തെ സങ്കീർണമാക്കുന്നുണ്ട്. പക്ഷേ കാരണം ഇരു വിഭാഗവും പറയുന്നത് ആന്റണിയുടെ പിന്തുണ അവർക്കുണ്ടെന്നാണ്. നമുക്കറിയാം, ഈ കൂടിക്കാഴ്ചകൾക്കിടയിൽ പോലും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും തുടർച്ചയായി AK ആന്റണിയെ കാണുന്നു. എന്നാൽ VM സുധീരൻ അത്തരം ഒരു നിലപാടല്ല. VM സുധീരൻ രാഹുൽ ഗാന്ധിയെ മറ്റു ഹൈക്കമാൻഡ് നേതാക്കളെയും കണ്ടാണ് പിന്തുണയ്ക്കുന്നത്. ഇപ്പോൾ ഷാഹിദ കമാൽ നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീമതി ഷാഹിദ കമാൽ, 5 ദിവസമായി തുടരുകയാണ് ചർച്ചകൾ. പ്രശ്നം ഇപ്പോൾ പരിഹരിക്കപ്പെടുമെന്ന് പല ഘട്ടത്തിലും പല നേതാക്കളും പറഞ്ഞു. പക്ഷേ ഇന്നിപ്പോൾ വീണ്ടും സ്ക്രീനിംഗ് കമ്മിറ്റി തുടങ്ങുമ്പോഴും നിലവിലുള്ള ഒത്തുതീർപ്പ് ഫോർമുല ഉമ്മൻചാണ്ടിക്കും അംഗീകരിക്കാനാകുന്നില്ല, സുധീരനും അംഗീകരിക്കാനാകില്ല. തർക്കമായി തന്നെ തുടരുകയാണ്. ഒരു ഭാഗത്ത് LDF അതിശക്തമായ പ്രചരണത്തിലേക്ക് കടന്നിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. ശ്രീമതി ഷാഹിദ കമാൽ, നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ടതാണ്. കാരണം ഇപ്പോൾ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരുപടി പ്രചരണ രംഗത്ത് മുന്നിലാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന്
ഇന്നത്തെ സ്ക്രീനിംഗ് കമ്മിറ്റിയോടുകൂടി കോൺഗ്രസിന്റെ സീറ്റ് തർക്കത്തിൽ ഒരു തർക്കം പരിഹരിച്ചുകൊണ്ട് ഇന്ന് വൈകിട്ടോ നാളെ രാവിലെയോ പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. AICCയുടെ ഭാഗത്തു നിന്നുള്ള നിലപാടും അത്തരത്തിലേക്കാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. തീർച്ചയായിട്ടും ഇന്ന് നടക്കുന്ന സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ ഇതിനൊരു പരിഹാരം ഉണ്ടാകുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നതും വിശ്വസിക്കുന്നതും. ഷാഹിദ, ഇവിടെ കുറച്ചുകൂടി പ്രായോഗികമായി ചിന്തിക്കേണ്ടതല്ലേ? ഒരു ഭാഗത്ത് സുധീരൻ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് വിജയസാധ്യതയെ കൂടി അതിന്റെ പശ്ചാത്തലം കൂടി പരിശോധിച്ചാണ്. ഇവർ നിന്നില്ല എങ്കിൽ തെരഞ്ഞെടുപ്പിനെ പൊതുവിൽ അത് ബാധിക്കുമെന്ന തരത്തിൽ അതുകൊണ്ട് തന്നെയാണ് ഹൈക്കമാൻഡ് അടൂർ പ്രകാശിനെയും ബാബുവിനെയും മാറ്റി നിർത്തുക എന്നൊരു ഫോർമുല ഉമ്മൻചാണ്ടിക്ക് മുന്നിൽ വെച്ചത്. പക്ഷെ അവിടെയും നിഷേധാത്മകമായ ഒരു നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. എന്നാൽ താനും മാറി നിൽക്കുമെന്നത് അടക്കമുള്ള കാര്യങ്ങൾ കൂടുതൽ കുഴപ്പിക്കാതെ ഇതിന്റെ ഒരു പശ്ചാത്തലം കൂടി മനസ്സിലാക്കി ഇരു നേതാക്കളും തമ്മിലുള്ള ഒരു അഭിപ്രായ സമന്വയം ഉണ്ടാക്കുന്നതിനുള്ള അവർ തന്നെ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും ഇത് നീട്ടിക്കൊണ്ടു പോകാൻ സാധിക്കില്ല. കാരണം തെരഞ്ഞെടുപ്പ് ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതുപോലെ തന്നെ BJP സഖ്യവും എല്ലാം തന്നെ പ്രചരണ രംഗത്ത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് വളരെ മുന്നോട്ട് പോയിരിക്കുന്ന സാഹചര്യത്തിൽ ഇനിയും ഇത് നീട്ടിക്കൊണ്ടു പോകുവാൻ കോൺഗ്രസിന് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് എങ്ങനെയാണെങ്കിൽ പോലും ഇതിനൊരു ഒത്തുതീർപ്പ് ഉണ്ടായെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പരസ്പരം ഒരു വിട്ടുവീഴ്ചയിലൂടെ ഇന്ന് ഇതിനൊരു ശാശ്വത പരിഹാരം ഹൈക്കമാൻഡ് എടുക്കുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. കാരണം ഇത് നീട്ടിക്കൊണ്ടു പോകാൻ സാധിക്കില്ലല്ലോ. ഇത് തെരഞ്ഞെടുപ്പാണ്. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കണം, സ്ഥാനാർത്ഥികൾക്ക് നോമിനേഷൻ കൊടുക്കണം, തെരഞ്ഞെടുപ്പ് രംഗത്ത് അവർക്ക് പ്രചാരണത്തിന് ഇറങ്ങണം. അതുകൊണ്ട് ഇനിയും ഇത് അനിശ്ചിതമായി നീട്ടിക്കൊണ്ടു പോകുവാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് എല്ലാവരും മനസ്സിലാക്കുന്നത്. എന്ത് വിട്ടുവീഴ്ചയ്ക്ക് വിജയമായിട്ടാണെങ്കിൽ പോലും ഇതിനൊരു അന്തിമമായ ഒരു തീരുമാനം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത്തരത്തിലേക്ക് ഒരു കടുത്ത നിലപാടിലേക്ക് തന്നെയാണ് ഹൈക്കമാൻഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ശ്രീമതി ഷാഹിദ കമാൽ, പല ഘട്ടത്തിലും കോൺഗ്രസ് പഴികേട്ടിട്ടുള്ളതാണ് ഗ്രൂപ്പ് തർക്കങ്ങളുടെ പേരിൽ. ഇവിടെയും സംഭവിക്കുന്നത് അതുതന്നെയാണ്. ഒരുപക്ഷെ ബാബുവിനെയും അടൂർ പ്രകാശിനെയും മാറ്റി നിർത്തിയാൽ അല്ലെങ്കിൽ ആ വിധത്തിൽ ഒരു കാര്യങ്ങളിലേക്കൊക്കെ പോയാൽ, അങ്ങനെ ഒരു വിട്ടുവീഴ്ച ചെയ്താൽ അതിന്റെ വിജയ സാധ്യത എന്നതിനപ്പുറത്തേക്ക് ഈ ഗ്രൂപ്പ് വിഷയങ്ങളിലേക്ക് നേതാക്കളുടെ ചിന്ത ഒതുങ്ങുന്നു. അതുകൂടിയല്ലേ വലിയ പ്രശ്നം. അതിനും അപ്പുറത്തേക്ക് വരാനിരിക്കുന്നത് സ്വാഭാവികമായും ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളൊക്കെ നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകേണ്ട ഒരു ഘട്ടത്തിൽ പൊതുവിൽ അണികൾക്കിടയിലേക്ക്, പൊതുവിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇത്തരം തർക്കങ്ങൾ വലിച്ചിഴക്കപ്പെടുകയല്ലേ? അല്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജനാധിപത്യ പാർട്ടിയാണ്. അതിനകത്ത് ഗ്രൂപ്പുകളുണ്ട്. എല്ലാ കാലഘട്ടത്തിലും ഈ തെരഞ്ഞെടുപ്പ് സമയത്ത്, സ്ഥാനാർത്ഥി നിർണയ സമയത്തൊക്കെ തന്നെ ഈ ഗ്രൂപ്പ് നേതൃത്വം അവർ ഓരോരുത്തരും തങ്ങളുടെ ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് കൂടുതൽ സീറ്റ് കിട്ടത്തക്ക രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾ നടക്കുന്നത് എല്ലാ കാലഘട്ടങ്ങളിലും കോൺഗ്രസിനകത്തുള്ളതാണ്. അത് കോൺഗ്രസിനകത്തൊരു പുതുമയുള്ള കാര്യമല്ല. അതിന്റെ ഒരു ഭാഗമായി തന്നെ ഓരോ ഗ്രൂപ്പും അവരവരുടെ കൂടെ നിൽക്കുന്ന ആളുകളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുമെന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴും നമ്മൾ ഇതിനെ കാണേണ്ടത്. അല്ലാതെ ആരോപണ വിധേയരായതുകൊണ്ട് അവർക്ക് വിജയസാധ്യത ഇല്ല എന്നുള്ളത് കൊണ്ടല്ല അവരെ മാറ്റി നിർത്തുന്നത്. കാരണം ഇവരൊക്കെ വിജയസാധ്യത ഉള്ളവർ തന്നെയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവരൊക്കെ മാറി നിൽക്കണം എന്ന് പറയുന്നത് കുറച്ച് പുതുമുഖങ്ങൾക്ക് വിജയസാധ്യതയുള്ള സീറ്റിൽ മത്സരിക്കുവാനും കുറച്ച് ആളുകൾക്ക് കൂടി അവസരം. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. എല്ലാ കാലത്തും കുറെ ആളുകൾ മാത്രം മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്യുമ്പോൾ കോൺഗ്രസിനകത്തേക്ക് ഒരു തലമുറ നഷ്ടപ്പെടുകയാണ്. ഒരു പുതിയ തലമുറയെ കൊണ്ടുവന്നുകൊണ്ട് ഈ പാർട്ടി സംസ്ഥാനത്ത് നിലനിർത്തണ്ടേ? അപ്പോൾ അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ട് 3 or 4 തവണ മത്സരിച്ച ആളുകൾ, ഈ പറയുന്ന പേരുകൾ മാത്രമല്ല, അല്ലാത്ത കുറച്ച് ആളുകളെ കൂടി മാറ്റി നിർത്തിയിട്ട് കുറച്ച് പുതിയ ആളുകളെ വിജയിപ്പിക്കുകയും അവരെ നിയമനിർമ്മാണ സഭകളിൽ എത്തിക്കേണ്ടത് കോൺഗ്രസിനെ ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കേണ്ടതിന്റെ അനിവാര്യത കൂടി നമ്മൾ ഈ സമയത്ത് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. വളരെ നന്ദി ശ്രീമതി ഷാഹിദ കമാൽ. ഈ അവസരത്തിൽ നമ്മൾ സംസാരിച്ചത് ശ്രീ ജേക്കബ് ജോർജ് കൂടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീ ജേക്കബ് ജോർജ്, കഴിഞ്ഞ 5 ദിവസങ്ങളിലായി, ഇന്നിപ്പോൾ 6ാം ദിവസത്തേക്ക് കടന്നിരിക്കുന്നു, നേതാക്കളെല്ലാം ദില്ലിയിൽ തന്നെയാണ്. ഒരു തീരുമാനവുമാകുന്നില്ല. ഒത്തുതീർപ്പ് എന്ന് പറയുന്നത് പല ഘട്ടത്തിലും ഇങ്ങനെ ചില ഒത്തുതീർപ്പ് ഇരു നേതാക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടായേക്കാമെന്ന റിപ്പോർട്ടുകൾ ഉണ്ട് എങ്കിൽ കൂടിയും ഇന്നും ഉമ്മൻചാണ്ടി കടുപ്പിച്ചു പറഞ്ഞിരിക്കുന്നു ബാബുവിനെയും അടൂർ പ്രകാശിനെയും പോലും മാറ്റി നിർത്താനാവില്ല എന്ന്. സുധീരൻ പറഞ്ഞിരിക്കുന്നു മറ്റൊരു വിട്ടുവീഴ്ചയ്ക്കും താൻ തയ്യാറല്ല എന്നും കൂടി. ഇന്നിപ്പോൾ 6ാം ദിവസത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ ഹൈക്കമാൻഡിന്റെ ഇടപെടൽ ഇതുവരെയും യാതൊരു പുരോഗമനവും ഉണ്ടായിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിലും എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടാകുമോ? എന്തുകൊണ്ട് ഹൈക്കമാൻഡ് വ്യക്തമായി ഇടപെടാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം നാം പരിശോധിക്കേണ്ടതാണ്. കാരണം സുധീരൻ ഉന്നയിക്കുന്നത് കേരള സമൂഹത്തിലെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അഴിമതി. അങ്ങനെ ഒരു വിഷയം ഉന്നയിക്കുമ്പോൾ ഉമ്മൻചാണ്ടിക്ക് പോലും ഒരു കടുത്ത നിലപാടിലേക്ക് കടക്കേണ്ടി വരുന്നു. മദ്യത്തിന്റെ കാര്യത്തിലും സുധീരൻ എടുത്ത നിലപാട് കേരള സമൂഹത്തിലെ ഒരു പ്രധാനപ്പെട്ട വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂ, അതിൽ ഉമ്മൻചാണ്ടിയെ വീഴ്ത്തുക എന്നുള്ളതായിരുന്നു സുധീരന്റെ നിലപാട്. ഇത്തവണ സീറ്റുകളുടെ കാര്യം പറയുമ്പോൾ
അത് അഴിമതിക്കാരെ പുറത്താക്കണമെന്ന് നിലപാടെടുക്കുമ്പോൾ സുധീരൻ ഉന്നയിക്കുന്ന ഉമ്മൻചാണ്ടിയാണ്. അത് രാഷ്ട്രീയമായ ഒരു നീക്കമാണ് എന്ന് കണ്ടിട്ട് തന്നെയാണ് ഉമ്മൻചാണ്ടി നിലപാട് കടുപ്പിക്കുന്നത്. ഇത് രണ്ട് വ്യക്തികൾ, രണ്ട് രാഷ്ട്രീയ നേതാക്കന്മാർ തമ്മിലുള്ള ഒരു മത്സരമായി തരം താണിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് രാഷ്ട്രീയ പരിഹാരം ഉണ്ടാക്കുക എന്നതായിരിക്കും ഹൈക്കമാൻഡിന്റെ ബാധ്യത ഇപ്പോൾ. അതിനുമപ്പുറത്തേക്ക് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഗ്രൂപ്പ് സമവാക്യങ്ങൾ അല്ലെങ്കിൽ സ്വാഭാവികമായും കഴിഞ്ഞ തവണ അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ഇത്തരം ഗ്രൂപ്പ് തർക്കങ്ങൾക്കും അപ്പുറമാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. ഉമ്മൻചാണ്ടിക്ക് കൃത്യമായി അറിയാം ഇപ്പോൾ അയഞ്ഞു കൊടുത്താൽ തനിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന്. എന്നാൽ സുധീരന് കരുത്ത് തെളിയിക്കേണ്ട ഒരു സാഹചര്യം കൂടിയാണ്. അതുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങളെയൊക്കെ ഹൈക്കമാൻഡ് എങ്ങനെയായിരിക്കും നേരിടുക? സുധീറിന് കരുത്ത് തെളിയിക്കണം. പക്ഷെ സുധീറിന് കരുത്ത് തെളിയിക്കാനുള്ള സാധ്യത ഉണ്ടാക്കേണ്ടത് തിരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ വെച്ചാണോ എന്ന് ഹൈക്കമാൻഡിന് ചോദിക്കാമല്ലോ, ഉമ്മൻചാണ്ടിക്ക് ചോദിക്കാമല്ലോ. ഇത്രയും കാലമായിട്ട് എന്തുകൊണ്ട് എല്ലാവരെയും ഒരു മേശയ്ക്ക് ചുറ്റിനിരുത്തി ഒരു സമവായമുണ്ടാക്കി തിരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്ന ഒരു മാനദണ്ഡം ഉണ്ടാക്കാൻ എന്തുകൊണ്ട് സുധീറിന് കഴിഞ്ഞില്ല? അദ്ദേഹത്തിന് ഹൈക്കമാൻഡിന്റെ പിന്തുണയുണ്ട്, AK ആന്റണിയുടെ പിന്തുണയുണ്ട്, എന്തുകൊണ്ട് അത് കഴിഞ്ഞില്ല? അതൊരു വലിയ ചോദ്യമല്ലേ. ഈ 11 മണിക്കൂറിൽ അഴിമതിക്കാരെ മുഴുവൻ പുറത്താക്കണം എന്ന് സുധീരൻ ആവശ്യപ്പെടുമ്പോൾ അത് അദ്ദേഹത്തിന്റെ സ്വന്തം രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയാണ് എന്നാണ് ഉമ്മൻചാണ്ടി ചൂണ്ടിക്കാട്ടുന്നത്. തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടിക്കെതിരെ സുധീരൻ പറയുന്നത് അഴിമതിക്കാരെ സംരക്ഷിക്കുന്നു എന്നാണ്. ഇതിൽ ഉമ്മൻചാണ്ടി പറയുന്നത് ഇത് സുധീറിന്റെ വ്യക്തിപരമായി ലക്ഷ്യം വെച്ചുകൊണ്ട് എടുക്കുന്ന നിലപാടാണെന്നാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള രാഷ്ട്രീയ പോരാട്ടമായിട്ട് അധപ്പതിച്ചിരിക്കുന്നു. ഇവിടെ ഇനി ഹൈക്കമാൻഡിന് ഒരാളെ പിന്താങ്ങാം. എന്റെ വ്യക്തിപരമായ കാഴ്ചപ്പാടിൽ ഹൈക്കമാൻഡ് ഉമ്മൻചാണ്ടിയെ പിന്താങ്ങാനാണ് സാധ്യത. കാരണം പ്രായോഗിക രാഷ്ട്രീയം നോക്കുമ്പോഴേക്ക് കേരളത്തിൽ ഇപ്പോൾ അടിത്തറയുള്ളത് കോൺഗ്രസിനകത്തും UDF-നകത്തും പൊതുസമൂഹത്തിലും അടിത്തറയുള്ള നേതാവ് ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടിയെ കൈവിട്ടുകൊണ്ടൊരു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാൻ ഹൈക്കമാൻഡ് ഒരിക്കലും തയ്യാറാവുകയില്ല. അതുകൊണ്ട് ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ നിലപാടുമായി മുന്നോട്ട് പോകും. അദ്ദേഹത്തെ ഹൈക്കമാൻഡ് പിന്താങ്ങും എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. വളരെ നന്ദി ശ്രീ ജേക്കബ് ജോർജ് അവസരത്തിൽ നമ്മോട് സംസാരിച്ചതിന്. ഉമ്മൻചാണ്ടിയും സുധീരനും കറുത്ത നിലപാടിൽ തന്നെ തുടരുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം നടക്കുന്നത്. അസം നിയമസഭകളിലേക്കുള്ള 1ാം ഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യപ്രചാരണത്തിനായി ഇന്ന് കൊട്ടിക്കലാശം. പശ്ചിമബംഗാളിലെ 18ഉം അസമിലെ 65 മണ്ഡലങ്ങളിലേക്കും മറ്റന്നാൾ വോട്ടെടുപ്പ് നടക്കും. പരസ്യപ്രചാരണത്തിനാണ് പശ്ചിമബംഗാളിലും അസമിലും ഇന്ന് കൊട്ടിക്കലാശമാകുന്നത്. പശ്ചിമബംഗാളിൽ BJPയുടെ കൊട്ടിക്കലാശത്തിന് മുൻപുള്ള പ്രചരണത്തിന് ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗാണ് നേതൃത്വം നൽകിയത്. പശ്ചിമബംഗാളിൽ തൃണമൂൽ നേതാക്കൾ കൈക്കൂലി വാങ്ങുന്നതിന്റെ ഒളിക്യാമറ ദൃശ്യങ്ങൾ പുറത്തുവന്നത് പ്രചരണത്തിൽ ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസിന് കനത്ത തിരിച്ചടിയായി. കൊൽക്കത്തയിൽ മേൽപ്പാലം തകർന്നു വീണുണ്ടായ അപകടത്തിന്റെ കാരണം തൃണമൂൽ സർക്കാരിന്റെ അഴിമതിയാണെന്ന ആരോപണവും മമതയ്ക്ക് ക്ഷീണമുണ്ടാക്കി. 5 വർഷത്തെ ഭരണ നേട്ടങ്ങൾ ചൂണ്ടിക്കാട്ടി തൃണമൂൽ കോൺഗ്രസ് പ്രചരണം നയിക്കുമ്പോൾ മമതാ സർക്കാരിന്റെ കാലത്തെ വികസന മുരടിപ്പും കാർഷിക രംഗത്തെ പിന്നോക്കാവസ്ഥയുമാണ് ഇടതു പാർട്ടികൾ ആയുധമാക്കുന്നത്. പുരുലിയ ജില്ലയിലെ 9 മണ്ഡലങ്ങൾ, ബാങ്കുറയിൽ 3, പടിഞ്ഞാറൻ മേദിനിപൂരിൽ 6 മണ്ഡലങ്ങളിലുമാണ് 1ാം ഘട്ട തിരഞ്ഞെടുപ്പിന്റെ ആദ്യപാദത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. 1ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന അസമിലെ 65 നിയോജക മണ്ഡലങ്ങളിലേക്കുള്ള പരസ്യപ്രചരണമാണ് ഇന്ന് അവസാനിക്കുക. കോൺഗ്രസ് സഖ്യവും BJP നേതൃത്വം നൽകുന്ന NDA സഖ്യവും തമ്മിലാണ് അസമിൽ പ്രധാന പോരാട്ടം. പ്രവർത്തകരുടെ ആവേശം അതിരുകടക്കാതിരിക്കാൻ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇരു സംസ്ഥാനങ്ങളിലും ഒരുക്കിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. മൂന്നാർ കാറ്ററിംഗ് കോളേജ് കാനഡയിലെ റോയൽ റൂട്ട്സ് യൂണിവേഴ്സിറ്റിയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. മലയാളികൾ ഉൾപ്പെടെ ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്ക് കുറഞ്ഞ ചെലവിൽ മറ്റ് രാജ്യങ്ങളിൽ പഠിക്കാൻ അവസരമൊരുക്കുകയാണ് ലക്ഷ്യം. കൂടുതൽ തൊഴിൽ സാധ്യതകളാണ് ഇത്തരം സംരംഭങ്ങളിലൂടെ വളർന്നു വരികയെന്ന് മുൻ അംബാസഡറും ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വൈസ് ചെയർമാനുമായ ഡോക്ടർ TP ശ്രീനിവാസൻ അഭിപ്രായപ്പെട്ടു. കൊച്ചിയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ റോയൽ റൂട്ട്സ് യൂണിവേഴ്സിറ്റി പ്രതിനിധികളായ ടെഷ വെൽഷ്, യൂജിൻ തോംലിൻസൺ, റോയൽ ഗ്രൂപ്പ് ചെയർമാൻ ടിസാൻ തച്ചങ്കരി, മൂന്നാർ കാറ്ററിംഗ് കോളേജ് ഡയറക്ടർ മേരി ടിസാൻ തച്ചങ്കരി എന്നിവർ പങ്കെടുത്തു.